കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിൻ്റെ ദാസൻ തങ്കുപ്രഭു പറഞ്ഞ മനോഹരമായ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നിങ്ങൾ കേട്ട സന്ദേശം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് രോഗികൾ ആയതായി വിളിച്ചു പറഞ്ഞു. ആ സാക്ഷ്യങ്ങൾക്കെല്ലാം ഞാൻ കർത്താവിനോട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ശാപം എന്ന രണ്ട് അവസ്ഥകളുണ്ട്. ഇത് മുഴുവൻ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് അവസ്ഥകൾ നമുക്കുണ്ട്. വാസ്തവത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ മുഴുവൻ നമുക്ക് തരുമ്പോൾ അതില്ലാത്ത അവസ്ഥയാണ് ശാപം. വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ട്. നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. വെളിച്ചത്തിൽ കയറി നിന്നാൽ വെളിച്ചത്തിൻ്റെ നന്മ അനുഭവിക്കാം. ഇരുളിലേക്കാണ് മാറി നിൽക്കുന്നതെങ്കിൽ ഇരുളിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ദൈവം ആരെയും വാസ്തവത്തിൽ ശപിക്കുന്നില്ല, മറിച്ച് നമ്മൾ ശാപത്തിലേക്ക് വീണു പോവുക, ശാപത്തിലേക്ക് മാറിപ്പോവുക. ആ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുവാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അനുഗ്രഹത്തിലേക്ക് വരിക. അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് അടുക്കുക, യേശുവിലേക്ക് അടുക്കുക. ആ യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി തന്നത് നമുക്ക് വേണ്ടി ഈ നന്മയുടെ സ്വർഗത്തിൻ്റെ വാതിലിൽ ആയിട്ടാണ്. വാതിൽ തുറന്നു വെച്ചിരിക്കുക യേശുവിലൂടെ. നിശ്ചയമായിട്ടും നിങ്ങളുടെ കണ്ണുകൾ ഇത് മുഖാന്തരം ഇതൊരു ഐ ഓപ്പണറാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Many of the Old Testament words are repeated in the New Testament. പഴയ നിയമത്തിലെ വചനങ്ങൾ പലതും പുതിയ നിയമത്തിലും ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. While I was preparing this time for the curse breaking, ഞാൻ ആ ശാപവിമുക്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ there was an eye opener for me. അവിടെ എൻ്റെ കണ്ണ് തുറക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. I read the word, and as I was reading, the Lord said, "Look, I will not curse, but curse comes into the people." ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നോക്ക്, ഞാൻ ആരെയും ശപിക്കുന്നില്ല, പക്ഷെ ചിലർ ശാപത്തിന് കീഴിലായി പോകുന്നു. Hallelujah. Hallelujah. That is why in the book of Deuteronomy the Bible says, അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ വേദപുസ്തകം പറയുകയാണ്, Deuteronomy 30 and verse 19. 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. Hallelujah. And 20 also. 19-ഉം 20-ഉം വാക്യങ്ങൾ. വായിച്ചേ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. He did not say, if you obey I will bless you, if you disobey I will curse you. നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. But the Bible says, if you obey this blessing will come, if you disobey curse will come. എന്നാൽ വേദപുസ്തകം പറയുന്നത് നീ അനുസരിച്ചാൽ നീ അനുഗ്രഹത്തിന് കീഴാകും, അനുഗ്രഹം നിന്നെ തേടി വരും. എന്നാൽ നീ അനുസരണക്കേട് കാണിച്ചാൽ നീ ശാപത്തിന് കീഴായി പോകും, ശാപം നിന്നെ തേടി വരും. എന്ന് ചുരുക്കം പറഞ്ഞാൽ വെളിച്ചത്തിൽ നിന്നാൽ നീ വെളിച്ചത്തിലായിരിക്കും, ഇരുട്ടിൽ മാറി നിന്നാൽ നിനക്ക് ഇരുട്ടായിരിക്കും. So simple. Hallelujah. വളരെ ലളിതമായ കാര്യം. Hallelujah. Hallelujah. God never curses anybody. ദൈവം ആരെയും ഒരിക്കലും ശപിക്കുന്നില്ല. My God is love. എൻ്റെ ദൈവം സ്നേഹം തന്നെ. Hallelujah. Hallelujah. He is full of love. അവൻ സ്നേഹത്താൽ നിറഞ്ഞവനത്രേ. He never will curse anybody. താൻ ആരെയും ഒരിക്കലും ശപിക്കുന്നില്ല. He loved everybody so much. താൻ എല്ലാവരെയും അത്യധികമായി സ്നേഹിച്ചു. That is why Jesus said, അതുകൊണ്ടത്രേ യേശു പറഞ്ഞു, for God so loved the world ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് മൂലം that he sent his only begotten son, തന്റെ ഏകജാതനായ പുത്രനെ താൻ അയച്ചു, that those who believe in him will not perish, അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിനായി, but will have eternal life, അവർക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനായി. Hallelujah. Hallelujah. But this is kept before us. ഇത് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. Kept before us. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. Suppose this is a glass of poison.
ഇത് ഒരു ഗ്ലാസ് വിഷമാണെന്ന് വിചാരിക്കുക. And another glass of water over here. മറ്റൊരു ഗ്ലാസ്സിൽ വെള്ളവും ഇവിടെ വെച്ചിട്ടുണ്ട്. And someone says this is poison, this is water. ഒരാൾ വന്ന് പറയുകയാണ് ഇത് വിഷമാണ് ഇത് വെള്ളമാണ്. Don't drink the poison, you will die. വിഷം നീ കുടിക്കരുത്, നീ മരിച്ചു പോകും. And the water will give you life. എന്നാൽ വെള്ളം കുടിച്ചാൽ നിനക്കത് ജീവനം നൽകും. And now it is my choice. ഇപ്പോൾ എന്റെയാണ് തീരുമാനം. This looks more tasty. ഇത് കണ്ടാൽ ഒത്തിരി രുചിയുള്ളതുപോലെ തോന്നും. That is ordinary, colorless. എന്നാൽ മറ്റേതോ വെറും നിറമില്ലാത്തതൊന്ന്. I have now to trust the person who told me. ഇപ്പോൾ എന്നോട് പറഞ്ഞ വ്യക്തിയിൽ ഞാൻ ആശ്രയിക്കണം, വിശ്വസിക്കണം. If you trust God totally, ദൈവത്തെ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ you will obey his word. അവന്റെ വചനങ്ങളെ നീ അനുസരിക്കും. And if you obey his word, അവന്റെ വചനത്തെ നീ അനുസരിച്ചാൽ you will be blessed among all the nations on the earth. നീ ഭൂമിയിലെ സകല ജാതികളിലും ഉന്നതമായി അനുഗ്രഹിക്കപ്പെടും. You will be blessed of all the families in the earth. ഭൂമിയിലുള്ള സകല കുടുംബങ്ങളിലും നീ അനുഗ്രഹിക്കപ്പെടും. You will increase and never നീ decrease. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. Hallelujah. Hallelujah. Turn to someone and say it is so easy but it is very difficult. അടുത്തിരിക്കുന്ന ആളോട് പറ ഇത് വളരെ എളുപ്പമാണ് എന്നാൽ അല്പം ബുദ്ധിമുട്ടുമാണ്. It is easy when you walk with the Holy Spirit. It is difficult when you walk without him. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നാൽ ഇത് വളരെ എളുപ്പമാണ്, എന്നാൽ നീ തനിയെ നടന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. Now this is kept over here. ഇത് ഇവിടെ വെച്ചിരിക്കുന്നു. I have now to choose. ഞാൻ വേണം തീരുമാനിക്കുവാൻ. Hallelujah. Hallelujah. But if I have a helper, എന്നാൽ എനിക്കൊരു സഹായകൻ ഉണ്ടെന്ന് if I വിചാരിക്കുക. have the Holy Spirit, പരിശുദ്ധാത്മാവ്, and if I take this, the Holy Spirit will say no, not this one. ഞാൻ അത് എടുക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും മോനെ അത് എടുക്കരുത്, അതല്ല എടുക്കേണ്ടത്, Take this one. ഇതെടുത്താട്ടെ. Even if you want to, the Holy Spirit will not allow you എന്നാൽ to. എനിക്കത് ആഗ്രഹമാണെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ അനുവദിക്കുന്നില്ല. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് I will give you a helper. ഞാൻ നിനക്കൊരു സഹായകനെ തരും. I will give you a helper. ഞാനൊരു നല്ല കാര്യസ്ഥനെ തരും. The selection would not be yours. Once you walk with the Holy Spirit, He will lead you to obey all the statutes. പരിശുദ്ധാത്മാവിൽ നീ നടക്കുമ്പോൾ തീരുമാനം നിന്റേതല്ല, അവൻ നിന്നെ കൈപിടിച്ച് നല്ല വഴിയെ നടത്തും. Hallelujah. Hallelujah. However big we are and however great we are spiritually, before God we are little children. നാം എത്ര വലിപ്പം പ്രാപിച്ചാലും നമ്മൾ എത്ര മഹത്വം പ്രാപിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വെറും കുഞ്ഞുങ്ങൾ തന്നെയാണ്. And He deals with us like the same way. നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ ദൈവം കൈകാര്യം ചെയ്യുകയും We ചെയ്യും. might say I am believer for 25 years, 50 years, I know everything. നമ്മൾ ചിലപ്പം പറയും 10-25 കൊല്ലമായിട്ട് ഞാൻ വിശ്വാസത്തിലാ, 50 കൊല്ലത്തെ വിശ്വാസിയാ എന്നൊക്കെ പറയുന്നേക്കാം. But when He looks at you, He says you are a little child. എന്നാൽ ദൈവം നിന്നെ കാണുന്നതോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, As a helpless child. ഒരു നിസ്സഹായനായ കുഞ്ഞിനെ പോലെ. And the moment you say I need help, എനിക്ക് സഹായം ആവശ്യമെന്ന് നീ പറയുന്ന നിമിഷം, believe me, the whole heaven comes down for you. മുഴുവൻ സ്വർഗ്ഗവും നിനക്ക് വേണ്ടി നിനക്ക് തുണയായി ഇറങ്ങി വരും. Because you are a child of കാരണം God. നീ ഒരു ദൈവ പൈതലത്രേ. You are a co-heir with Christ. നീ ക്രിസ്തുവിന് കൂട്ടവകാശിയത്രേ. Hallelujah. 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 Have a close and intimate fellowship with Jesus. യേശുവുമായിട്ട് വളരെ അടുപ്പമേറിയ ഗാഢമായ ഒരു ബന്ധമുണ്ടാകട്ടെ. Then the fear will go and joy will arise. അപ്പോൾ ഭയം മാറി സന്തോഷം ബന്ധം നിറയുവാൻ തുടങ്ങും. That is why അതുകൊണ്ടത്രേ John 10 and verse 11. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. He is talking about a good shepherd who will lead his sheep. തന്റെ ആടുകളെ മേയിക്കുന്ന ഒരു നല്ല ഇടയനെ കുറിച്ച് അവിടെ പറയുന്നു. And then in verse chapter 15 he says, abide in me, without me you can do nothing. അവിടെ അതിനുശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറയുക, എന്നിൽ വസിപ്പീൻ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. Hallelujah. Hallelujah. Without me you can do nothing. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല. Turn to someone and say, this is what Jesus told us. ഇത് അടുത്തിരിക്കുന്ന ആളോട് പറ, ഇത് യേശു പറഞ്ഞ കാര്യമാണ്. Hallelujah. Hallelujah. We cannot do anything ourselves. നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. Everything is a gift of God. എല്ലാം ദൈവത്തിന്റെ ദാനമത്രേ. Hallelujah. Hallelujah. And then he said, തുടർന്ന് താൻ പറയുന്നു, if you keep my commandments and abide in my love, verse 10. 15-ാം അധ്യായം 10 Verse 9 onwards. As the Father loved me, I have also loved you. Abide in my love. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. അവരൊക്കെ പറയാം, യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. യേശുവിന് എന്നോട് വലിയ സ്നേഹമാണ്. ഉറപ്പാണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട് യേശുവിന് എന്നോട്? ഹല്ലേലൂയ. യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹം. എങ്ങനെ അറിയാം സ്നേഹമാണെന്ന്?
യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എങ്ങനെ അറിയാം? എത്ര നാളത്തെ വിശ്വാസിയാ? 21 വർഷത്തെ വിശ്വാസിയാ. എങ്ങനെ അറിയാം യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്? ആ ക്രൂശിലോട്ട് നോക്കിയാൽ മതി. എനിക്ക് വേണ്ടി സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയവനാ. ഒരുങ്ങിയതല്ല, മരിച്ചതാ. എന്നാൽ എന്നെ രക്ഷിക്കാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക ചെയ്തു. Hallelujah. Hallelujah. That is why Paul says like this. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്. The life now I live, Galatians 2:20, the life now I live is in the faith in the Son of God who loved me and died for me. ഗലാത്യ ലേഖനം 2:20 വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതമോ is in by faith in the Son of God ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ who loved me എന്നെ സ്നേഹിച്ച and died for me. എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രൻ. His love was displayed on the cross for me. അവന്റെ സ്നേഹം ആ ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടു. I need no more proof. ഇനി എനിക്ക് മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല. That proof is more than enough that he loved me so much. അവൻ എന്നെ അത്യധികമായി സ്നേഹിക്കുന്നു എന്നുള്ളതിന് ആ തെളിവ് ഏറ്റവും മതിയായത്. Hallelujah. Hallelujah. That proof is more than enough that even before I was born, for me he died. Even before I was born, the provision for my sin was already given. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് വേണ്ടി സകലതും എൻ്റെ കർത്താവ് ഒരുക്കി തന്നു. Hallelujah. Hallelujah. Then the Bible says, തുടർന്ന് വേദപുസ്തകം പറയുന്നു in verse 7, അതിന്റെ 7-ാമത്തെ 11. 11-ാമത്തെ വാക്യം, these things I have spoken to you that my joy may remain in you, that your joy may be full. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. That your joy will always be full. നിങ്ങളുടെ സന്തോഷം എപ്പോഴും പൂർണ്ണമായിരിക്കും. And that is why അതുകൊണ്ടത്രേ John in his letter writes like this. ഈ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതുകയാണ്. 1 John chapter 1 and verse 3, 4 and 5. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാനും നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. കൂട്ടായ്മ കൂടുന്തോറും സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. കൂട്ടായ്മ കൂടുന്തോറും ഭയം മാറിക്കൊണ്ടിരിക്കും. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനം കാണത്തില്ല. കൂട്ടായ്മ ഉള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. വെളിച്ചം നിറഞ്ഞിരിക്കും. കൂട്ടായ്മ ഉള്ളിടത്ത് ദാരിദ്ര്യത്തിന് സ്ഥാനമില്ല. As long as you abide in the vine, the branch will have the life. ആ മുന്തിരിവള്ളിയോട് എത്ര കാലം ആ കൊമ്പ് ചേർന്നിരിക്കുമോ അത്ര കാലം അത് ഫലം പുറപ്പെടുവിക്കും. It will be not your life but the life that is flowing out. ഇത് നിങ്ങളുടെ ജീവനല്ല, മറിച്ച് അവന്റെ ജീവൻ നിങ്ങളിലേക്ക് വരും. And in his life there is everything prosper. അവന്റെ ജീവനിലോ സകലതും സമൃദ്ധിയായിരിക്കും. Hallelujah. Hallelujah. Understanding this, the need and the desperation should come that I will take an extra mile for that fellowship. ഇത് തിരിച്ചറിയുമ്പോൾ അതിനു വേണ്ടിയുള്ള ആവശ്യവും ആവശ്യബോധവും ഉത്കടമായ വാഞ്ചയും വരും. എനിക്ക് അവനുമായിട്ട് ചേർന്ന് നിൽക്കണമെന്നുള്ള തീരുമാനവും ഉണ്ടാകും. And then John, who wrote the gospel, is now writing the letter. Our fellowship is with God the Father and the Son. സുവിശേഷം എഴുതിയ യോഹന്നാൻ ഇപ്പോൾ താൻ ലേഖനം എഴുതുകയാണ്. എന്നിട്ട് പറയുക, നമുക്കുള്ള കൂട്ടായ്മയോ അത് പിതാവിനോടും പുത്രനോടും യേശുക്രിസ്തുവിനോടുമാകുന്നു. And verse 4 he says like this. അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, this I write so that your joy will become full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. Hallelujah. Hallelujah. The joy of the strength, Lord is our strength. കർത്താവിൽ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. Hallelujah. Hallelujah. We should understand one thing. നാം ഒരു കാര്യം മനസ്സിലാക്കണം. That it is the will of God that we prosper in everything. നാം എല്ലായിടത്തും സമൃദ്ധിയായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. Turn to someone and say, it is the will of God that you prosper. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾ സമൃദ്ധിയായിരിക്കാൻ ദൈവത്തിന്റെ ആഗ്രഹമാണ്. It is the will of God that you prosper. നിങ്ങളുടെ സമൃദ്ധി ദൈവത്തിന്റെ ഇഷ്ടമാണ്. And that is where our mind has to be renewed. അവിടെയാണ് നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിക്കേണ്ടത്. That is why John writes like your mind prosper, every area will be prosper and you will be of good health.
wealth. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്, നിന്റെ മനസ്സ് അത് സമൃദ്ധിയായിരിക്കുന്നത് പോലെ, ശുഭമായിരിക്കുന്നത് പോലെ, സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. And that is why Peter says, gird the loins of your mind. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിന്റെ മനസ്സാക്ഷിയുടെ അരക്കച്ച നീ കെട്ടി മുറുക്കുക. Loins of your mind. നിന്റെ മനസ്സിന്റെ അരക്കച്ച കെട്ടി മുറുക്കുക. Loins is the part of reproducing. അരക്കട്ട എന്ന് പറയുന്ന ഭാഗം ഉൽപാദനത്തിന്റെ ഒരു ശക്തി നിറഞ്ഞിരിക്കുന്നു. Your mind has the power to create things for you. മനസ്സിന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. And when your mind is renewed according to the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കുമ്പോൾ, your thoughts will be always above. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ഉന്നതമായിരിക്കും. You will be never in bondage, but you will be thinking about greater things. നിങ്ങൾ പിന്നെ ദാസ്യത്തിൽ ആയിരിക്കുകയില്ല, മറിച്ച് നിങ്ങൾ വലിയ കാര്യങ്ങൾ, ഉന്നതമായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കും. You will not be limited but unlimited. നിങ്ങൾ പരിമിതപ്പെടത്തില്ല, നിങ്ങൾക്ക് പരിമിതിയില്ലാതെ പരിധിയില്ലാതെ നിങ്ങൾ വിശാലമാകും. That is what happens when you have fellowship with the Holy Spirit and the fellowship with the Word of God. ദൈവവചനവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും നിങ്ങൾക്ക് കൂട്ടായ്മ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ തുടങ്ങും. That is why Paul writes like this. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം എഴുതുന്നത്. In 2 Corinthians 6:11 he said like this. 2 കൊരിന്ത്യർ 6:11 താൻ ഇങ്ങനെ പറയുന്നു, O Corinthians, ഓ കൊരിന്ത്യരെ, don't be limited. നിങ്ങൾ പരിമിതിയുള്ളവരാകരുത്. You are not limited by the words which we spoke to you. നിങ്ങളോട് പറയപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ നിമിത്തം നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്, പരിമിതപ്പെട്ടു പോകരുത്. Turn to someone and say, don't limit yourself. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾ സ്വയം ഒതുങ്ങിപ്പോകരുത്. Hallelujah. ഹല്ലേലൂയ. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. ആമേൻ. കാര്യം നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ആമേൻ. Hallelujah. ഹല്ലേലൂയ. O Corinthians, you do not be restricted, do not be limited, your hearts be open. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. പറഞ്ഞാട്ടെ, വിശാലത. വിശാലത. ഓരക്കെ പറഞ്ഞേ, വിശാലത. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയ വിശാലത. ഹൃദയ വിശാലത. ഇടുങ്ങിയ ഹൃദയമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയം വിശാലമാകും, വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് അവിടെ ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്. അമേരിക്കയ്ക്ക് നിങ്ങൾക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. അമേരിക്ക പോകാൻ ഫ്ലൈറ്റ് ഉണ്ട് 10 മണിക്ക്. 3 മണിക്കൂർ മുമ്പേ എത്തണം. അപ്പോൾ 7 മണിക്ക് എത്തണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 5 മണിക്കാണ്. ട്രാഫിക് ബ്ലോക്ക്, എത്താൻ സാധ്യത കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ഒരു ബിരിയാണിയും കൂടെ തിന്നേച്ച് പോയാൽ തിന്നുവോ ഇല്ലയോ? തിന്നത്തില്ല. ആ തിന്നാതെ ഇരിക്കുന്ന മനോഭാവത്തോടെ വേണം ഭൂമിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ. കാര്യം നമുക്ക് വെച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. ഒന്നുറക്കെ പറഞ്ഞ്, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, ഒരുക്കാൻ പോകുന്നു എന്നല്ല, ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റാത്തതാ. ഹല്ലേലൂയ. അപ്പുറത്തെന്ന് പറയുന്ന ഒരു ബിരിയാണിയും കൂടെ തിന്നേച്ചു പോയാൻ, എനിക്കത് വേണ്ട, എനിക്ക് ദൈവം ഒരുക്കിയത് വേണം. That is where we don't compromise. അതുകൊണ്ടാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാത്തത്. അയ്യോ, എത്ര സ്നേഹത്തില്ല ബിരിയാണി. എന്നാൽ ബിരിയാണി തിന്നുകൊണ്ട് അവിടെ നിന്ന് ഇരുന്നോ, പ്ലെയിൻ്റെ പാട്ടിന് പോകും. Hallelujah. Hallelujah. Many believers compromise on the word, and that is where they are suffering. പല വിശ്വാസികളും ദൈവവചനത്തിൽ വിട്ടുവീഴ്ച കാണിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടതായി വരുന്നു. O Corinthian, how can your heart be limited? ഓ അല്ലയോ കൊരിന്ത്യരെ, എങ്ങനെ നിങ്ങളുടെ ഹൃദയം പരിമിതമായി? And then verse 12 the Bible says, അതിനുശേഷം 12-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, you are not restricted by us, you are restricted by your own affections. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. Hallelujah. You are restricted. നിങ്ങൾ പരിമിതപ്പെട്ടത് by your affection. നിങ്ങളുടെ സ്നേഹങ്ങൾ കൊണ്ട്, നിങ്ങളുടെ താല്പര്യങ്ങൾ കൊണ്ട്, അത്ര സ്നേഹബന്ധങ്ങൾ കാരണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ആത്മീയമായി വിശാലതയിൽ നടക്കണോ, ആരാണ് നിങ്ങളുടെ കൂട്ടുകാരാകേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം.
24 മണിക്കൂർ സിനിമയുടെ കാര്യവും ലോകത്തിൻ്റെ കാര്യവും ഇലക്ഷൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ്റെ കൂട്ടത്തിൽ നടന്നാൽ തനി ജഡികനാകും. പക്ഷെ എൻ്റെ കൂടെ നടക്കുന്നവൻ ഏതെങ്കിലും കാര്യം പറയും, എന്നാലും കർത്താവ് നമ്മളെ നടത്തും, എന്നാലും കർത്താവ് വലിയ കാര്യം നമുക്ക് ചെയ്യും എന്ന് പറയുന്നവരാണ് നമ്മുടെ കൂടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു വിശാലതയിൽ നടക്കാൻ തുടങ്ങും. You have to decide who your affections are or your affection is with. നിങ്ങൾക്ക് ആരോടാണ് താല്പര്യമുള്ളത്, നിങ്ങളുടെ സ്നേഹബന്ധമുള്ളത്, അത് ആരോട് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. If you love the company of people who are walking in the flesh, I'll tell you, you will walk in the flesh. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ജഡത്തെ അനുസരിച്ച് നടക്കാൻ തുടങ്ങും. Because the flesh is still inside of us. കാരണം ആ ജഡത്തിന്റെ ഭാവം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. Hallelujah. ഹല്ലേലൂയ. If I take this glass of water, ഈ ഗ്ലാസ് വെള്ളം എടുക്കുക, put some mud inside, അല്പം ചെളി അതിനകത്ത് കലക്കി, and mix it properly, നന്നായിട്ട് ഇളക്കി, and I give you to drink, ഞാനത് കുടിക്കാൻ കൊടുത്താൽ you will say, no, I don't want. നിങ്ങൾ എന്നാ പറയും? എനിക്ക് വേണ്ടെന്ന് പറയും. Let this water be kept over here for 5 hours. ഈ വെള്ളം ഇവിടെ 5 മണിക്കൂർ സമയം സൂക്ഷിച്ചു വെച്ചു. What will happen? എന്ത് സംഭവിക്കും? The sediments will come down. ആ മട്ടെല്ലാം അങ്ങ് അടിയാൻ തുടങ്ങും. And it will look like good water. ഇപ്പൊ കാണുമ്പോൾ നല്ല വെള്ളം പോലെ തോന്നും. But the sediments is still over there. പക്ഷേ മട്ട അടിയിൽ കിടപ്പുണ്ട്. Anytime you stir it again, it will become like gold. എപ്പോൾ നിങ്ങൾ അത് ഇളക്കിയാലും ആ മട്ട അവിടെ കലങ്ങി കയറി വരും. Same way, അതുപോലെ തന്നെ flesh is settled over here. ആ ജഡം നമ്മുടെ ഉള്ളിൽ അടിയിൽ കിടപ്പുണ്ട്. We look like spiritual good people, നമ്മളെ പുറമേ കാണുമ്പോൾ നല്ല തെളിഞ്ഞ നിറം കാണാം, നല്ല മനുഷ്യർ, ആത്മീയരെ പോലെ തോന്നും. but stir it up again, it will be as old. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, പഴയ ജഡികനാകും. Hallelujah. Hallelujah. Don't let the flesh be stirred up. Be stirred up in the spirit. നിങ്ങളുടെ അകത്തെ ജഡമനുഷ്യൻ അത് ഇളകി വരാൻ ഇടയാക്കരുത്. നിങ്ങൾ ആത്മാവിൽ വേണം ഇളകുവാൻ. Hallelujah. 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 സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? എത്ര മനോഹരമല്ലേ? ശരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ആ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ തീരുമാനിക്കുകയും ചെയ്യാം. യേശുവിൻ്റെ കൂടെ ഇനിയുള്ള എൻ്റെ കാലം ജീവിതം യേശുവിൻ്റെ കൂടെ. അപ്പോൾ യേശുവിൽ വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് നിങ്ങൾക്ക് നൽകി തരും. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് ഒക്കെ അത്ഭുതം നടക്കും. അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ നാമം ഒന്ന് ഉപയോഗിക്കാം. ഇന്ന് രോഗികളായിട്ടുള്ളവർ ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിച്ചോ, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടപെടുകയാണ്. ഈ ഒരു അപകടത്തിൽ പറ്റി വീണിട്ട് പരുക്ക് പറ്റി ഒരു കൈക്ക് മറ്റേ കൈയേക്കാൾ നീളക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിനും നീളവ്യത്യാസമുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു സത്യം പറയും, ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ ആ നീളം കുറഞ്ഞ അവയവം, ആ കാല്, ആ കയ്യ് മറ്റേ കൈയോടും കാലിനോടും ഒപ്പമായിട്ട് വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ കാണാൻ പോവുക. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുക. ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ നീളക്കുറവ് വന്ന ആ കൈയും കാലും ഇപ്പോൾ തന്നെ നീണ്ടു വരുവാൻ, മറ്റേ കൈയുമായിട്ട് കാലുമായിട്ട് തുല്യ നീളമാകുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇത്ര നാളും ചട്ടി ഏന്തി നടന്നവർ നേരെ നടക്കുവാൻ ഇടയാകട്ടെ, തല ഉയർത്തി നടക്കുവാൻ ഇടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ വളവ് മാറട്ടെ. ആ സ്കോളിയോസിസ് രോഗത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. മരണഭയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഭയത്തിൻ്റെ ദുരാത്മാവിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. എനിക്കെന്ത് സംഭവിക്കും, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഭയത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, നന്ദി. അതുപോലെ തന്നെ സമാധാനം ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മേലുള്ള ശാപം മാറിപ്പോകട്ടെ, വന്ധ്യത മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പിതാവേ, തലമുറയുടെ അനുഗ്രഹം അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി സമൃദ്ധി ഉണ്ടാകട്ടെ. ബിസിനസ്സിൽ വലിയ വർധനവും ഉയർച്ചയും ഉണ്ടാകട്ടെ. അത്ഭുത വഴികൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, നന്ദി പറയുന്നു. അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, മുഴ കാണാനില്ല അവിടെ. ആ വളഞ്ഞ അസ്ഥി നിവർന്നു, അതുപോലെ തന്നെ നീളം കുറഞ്ഞ അസ്ഥി അത് വളർന്നു, ആ കൈയും കാലും ഒക്കെ നീണ്ട് ഈക്വൽ ലെങ്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ നമ്പറിൽ വിളിച്ചു പറയാൻ മടിക്കരുത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.